ഞാൻ അത്രയൊന്നും ശ്രദ്ധിക്കൂല. എന്നിട്ട് കുരുക്ഷേത്രം ഇവിടെ പറഞ്ഞത് തെറ്റിപ്പോയി, സോറി കേട്ടോ. വാക്കുകളൊക്കെ അമ്മ കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോ ഉണ്ടാകും, ചിലപ്പോ ഉണ്ടാവില്ല. വേറെ ഒന്നിന്റെ പേര് പോലും പിന്നെ അങ്ങനെ അറിയണം. ചൂടുകൊണ്ട് അതെ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ടേക്കാം. അപ്പൊ വേനൽക്കാലം ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ ഡ്രിങ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ എന്നാ പോറിഡ്ജോ കസ്റ്റർഡ് കൊണ്ടാണ് ചെയ്യുന്നത്. ഫ്രൂട്ട് സലാഡ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വല്പം ലൂസ് ഫോമില ഉണ്ടാക്കണം, തീരെ കട്ടയായിട്ടല്ല കേട്ടോ. അപ്പൊ ഒരു ഐറ്റം തയ്യാറാക്കും. നേരത്തെ ഒക്കെ ഇത് വേനൽക്കാലത്ത് ഓൾറെഡി ചെയ്തേക്കണതാണ്, എല്ലാവരും ചെയ്യണതുമാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ചെയ്യണതിൽ ഒരു വ്യത്യാസമുണ്ട്. അത് എന്നാന്ന് പറയാം. ഇപ്പൊ കസ്റ്റർഡ് പൗഡർ, ഇത് മാംഗോ ഫ്ലേവറിന്റെ, ഇത് വാനില. ജസ്റ്റ് നോക്കട്ടെ വാനില അല്ലേന്ന്. കണ്ണാടി വെക്കാത്തോണ്ട് തുറച്ച് നോക്കണം. ഇത് വാനില ഫ്ലേവർ, ഇത് മാംഗോ ഫ്ലേവർ. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് തയ്യാറാക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് ഉള്ള ഒരു കസ്റ്റർഡ് ഐസ്ക്രീം, അല്ലെങ്കിൽ പുഡിങ്, അല്ലെങ്കിൽ പോറിഡ്ജ്, എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം. പുതിയ വാക്കുകളൊക്കെ അമ്മ കൊണ്ടുവരുന്നുണ്ടല്ലോ. പോറിഡ്ജ് ഒന്നും പറ്റാ. അതെന്നാന്നറിയാമോ, ചൂട് കൂടിക്കഴിഞ്ഞപ്പോഴേ മൊത്തത്തില് എവിടെന്നൊക്കെയോ അമ്മക്ക് കിട്ടിയതാ അത്. വായിൽ വന്നു തുടങ്ങി. അപ്പൊ അധികം പറയാതെ നമുക്ക് പരിപാടി നോക്കാം. നേരത്തേക്ക് എന്നാലും ഉച്ചയാകുമ്പോഴത്തേക്ക് സെറ്റ് ആവും. സെറ്റ് ആക്കണ്ടേ നമുക്ക്? അപ്പൊ നമുക്ക് ചെയ്യാം. കുറച്ച് കാലത്തെ കാച്ചി വെച്ചിരുന്ന പാല് തണുത്തോ. ആ കലത്തിലിരുന്ന പാല് ഞാനിങ്ങനെ ഒഴിവാക്കി വെച്ചേ, കലം വെള്ളം ഒഴിച്ചിട്ട് തേച്ച് കളയാനായിട്ട്. അപ്പൊ അതിലേക്ക് പൗഡർ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഫ്രഷ് ആയിട്ട് 1/2 ലിറ്റർ പാലിന്റെ ഒരു കവർ പാല് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അത് കാച്ചിയതല്ല, പച്ചപ്പാല് പൊട്ടിച്ച് വെച്ചേക്കണം, കാച്ചി എടുക്കണം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഇതിലേക്ക് ഈ മിക്സ് ഒഴിക്കാം, അല്ല മിക്സ് ചേർത്ത് റെഡിയാക്കാം. അപ്പൊ ഇതില് മാംഗോയുടെ ഫ്ലേവർ അധികം ഇല്ല, അപ്പൊ ഉള്ളത് നമുക്ക് ഇതിലേക്ക് ഇടാം. പൊടി കുറവാ, അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടെ ചേർത്തെടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഒരു വെറൈറ്റി ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ചേർക്കുക കേട്ടോ. കണ്ടോ, മാംഗോ ഫ്ലേവർ നല്ല രസാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല നല്ലതാണ് അത്. ശരിക്കും നീ ഇന്നാളെ ഉണ്ടാക്കി എനിക്ക് കഴിച്ചു നോക്കാൻ പറഞ്ഞ് തന്നപ്പോ എനിക്ക് അൽഫോൻസ് മാംഗോ എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് മിക്സ് ചെയ്യേണ്ടി വരില്ല കേട്ടോ, അത് മതിയാവും എനിക്ക് തോന്നണേ. ഇത്ര ഇതിനൊന്നും മതിയാവില്ല, ഇച്ചിരി ചേർക്കേണ്ടി വരും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ നീ എടുക്കുമ്പോൾ തീരെ ലൂസിൽ എടുക്കണില്ല, ഇച്ചിരി ഒരു കട്ടപ്പ് വേണം. അത്രയും ലൂസായ കൊള്ളൂല, എത്രയായാലും ഉള്ളു. നീ ഇല്ല അപ്പൊ ഒരു സ്പൂൺ ഇത് ചേർക്കാം. ഇഷ്ടം ഇതിലില്ല, ഒരു സ്പൂൺ ചേർത്താ മതി. എന്നാ അധികം വേണ്ട, അത്രേ ഉള്ളൂ. ഒരു സ്പൂൺ പകുതി മതിയാവും അല്ലേ? നിനക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് മാംഗോ ഫ്ലേവർ ഫുൾ കിട്ടാനാ. നല്ല രുചിയാ അതിന്റെ മാംഗോ ഫ്ലേവർ. നമ്മള് അത് ഉപയോഗിച്ചിരിക്കുന്ന വിക്ഫീൽഡിന്റെ ആട്ടോ. അല്ല, ഇത് ബേക്കേഴ്സിന്റെ. അത് തീർന്നോണ്ടാണ് നമ്മൾ വാനില എടുക്കണം, അല്ലെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം കുറച്ച് പാലെടുത്ത് അങ്ങ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാച്ചി വെച്ചിരുന്നിട്ട് കാലത്തെ കാപ്പിക്കെടുത്ത കാച്ചി വെച്ചിരുന്ന പാല് തണുത്തതാണ് ഇത് മിക്സിങ്ങിന് എടുത്തേക്കണം കേട്ടോ. ഞാൻ എടുത്ത കാര്യം പറഞ്ഞതാട്ടോ. പിന്നെ ചിലരൊക്കെ പച്ചപ്പാല് ചെയ്യും, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അല്ലേ. ഞങ്ങൾ കാച്ചി വെച്ചിരിക്കുന്ന പാല് മിക്സായി. സ്വല്പം പാലെടുത്ത് അത് മിക്സ് ചെയ്യണതാണ് ആദ്യം. ഇനി കൂടുതൽ പാലിലേക്ക് നമ്മളത് ചേർക്കാൻ പോണേ ഉള്ളൂ. അത് നമുക്ക് കാണിക്കാം. അതെവിടെ ആ പൊടിയെല്ലാം അവിടെ വീണു. കുരുക്ഷേത്ര കളം അത് ജോലി ചെയ്യുമ്പോ എപ്പോഴും അങ്ങനെയാണ്. അല്ല, ഒരു കാര്യം പറയട്ടെ, കുറച്ചുകൂടെ ശ്രദ്ധിച്ച് അങ്ങനെ വരില്ല. ചില സംഗതികൾ എപ്പോഴും, പക്ഷെ കസ്റ്റാർഡ് ഒക്കെ എടുക്കുമ്പോ പൊടി വീഴും. എന്നാന്നോടി, ചില സംഗതികള് ശ്രദ്ധിച്ച് ഇതെടുക്കുമ്പോ പൊടി വീഴും, ചില സംഗതികൾ ശ്രദ്ധിച്ചാൽ വീഴൂല. ഞാൻ അത്രയൊന്നും ശ്രദ്ധിക്കൂല. എന്നിട്ട് കുരുക്ഷേത്രം ക്ലീൻ ആക്കണതെല്ലാം കഴിയുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു കാര്യമുണ്ട്, ഷുഗറും കൂടെ ചേർക്കണം. ഷുഗറും കൂടെ ചേർത്തേച്ച് ഇതിലേക്ക് ഒഴിച്ച് കുറുക്കാം. ഷുഗർ അധികം വേണ്ടായിരിക്കും അല്ലേ? ഒരു സ്പൂണും കൂടെ മതി ഏതായാലും. പിന്നെ നോക്കിയിട്ട് അത് അവസാനം പിന്നെ നീ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചേർക്കാമല്ലോ. ഫ്രൂട്ട്സ് ഒക്കെ ചേരുമ്പോ എന്തായാലും കുറച്ച് മധുരം വരും. തണുപ്പിച്ച് കഴിയുമ്പോൾ മധുരം കുറയും എന്നുള്ളത് ശരിയായ കാര്യമാണെങ്കിലും ഫ്രൂട്ട്സ് ചേർക്കുമ്പോ എന്തായാലും മധുരം ഉണ്ടാവും. ആപ്പിള്, മുന്തിരിങ്ങ, ഏത്തപ്പഴം ഇത്ര ഇരിപ്പുണ്ട് ഫ്രൂട്ട്സിന്. അപ്പൊ പിന്നെ കുറച്ച് മധുരം അതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഇളക്കി അങ്ങ് ശരിയാക്കാം കേട്ടോ. ഓ, സ്പാറ്റിലേ മറ്റേ ആണല്ലോ അത്. അതിന് പറ്റുമോ? പിന്നെ
ഇനി ഇതേ ചൂടായി പാല് ചൂടായി. ഇച്ചിരി അതിലുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ച് വെച്ച് മിക്സ് ചെയ്ത് ചേർക്കാം. നേരിട്ട് പൊടി ഇടരുത്, കാരണം മൊത്തം കട്ട കുത്തിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യണമല്ലേ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ ഞങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റും അങ്ങ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങൾക്കും അറിയാം. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം, കാരണം അത് കട്ട പിടിച്ചു വന്ന് ഈ റാഗി കുറുക്കം പോലെ വെച്ചത്. ഓ, മാൻഡിയുടെ സ്മെല്ല് വന്നു കഴിഞ്ഞു. മാൻഡിയുടെ സ്മെല്ല് വന്നു കഴിഞ്ഞു. സിനിമയുടെ പോലെ സൗണ്ട് കുറുകി തുടങ്ങി. ഇത് പോരാ, ഇച്ചിരി കട്ടപ്പാവണം. അത് കാരണം ഇച്ചിരി ഒന്ന് കുറുകിക്കോട്ടെ. റാഗി കുറുകം പോലെ അങ്ങ് കുറുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പരുവത്തിന് ഞങ്ങൾ ഇനി ചെരുവം എടുത്തേച്ച് ഇവിടെ തന്നെ വെള്ളത്തിൽ വെക്കാം. അടി പിടിക്കും ചിലപ്പോ. അത് നോൺ സ്റ്റിക്കിൽ അടി പിടിക്കൂല്ലെങ്കിൽ പോലും അതൊരു സുഖയില്ല. അത് കാരണം ഞാൻ ഇതാ പ്രസ്റ്റീജിന്റെ നമ്മുടെ പണ്ടത്തെ ഞാൻ എടുക്കാറില്ല ഈ പാൻ. അപ്പൊ ഇനി ഒരു ചെരുവെടുത്ത് വെള്ളത്തിൽ ഇറക്കി വെക്കാം. ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചു. ഇതൊരു കാര്യം എപ്പോഴും ഇത് ഞാൻ പറയുമ്പോൾ മൈന്യൂട്ട് പോയിന്റ് പറയണതാണ് കേട്ടോ, ഒന്നും തോന്നരുത്. കാരണം ഈ വെള്ളം ചൂടായി കഴിഞ്ഞാൽ വെള്ളം മാറ്റി വെക്കണം. അത് ഞാൻ ന്യൂ ജെന്നിന് വേണ്ടി മാത്രം പറയണം കേട്ടോ. എല്ലാ വ്യക്തികൾക്കും ഇതറിയാം, കൊച്ചു പിള്ളേർക്കും ചിലപ്പോൾ അറിയായിരിക്കും. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ മൈന്യൂട്ടായിട്ട് അങ്ങ് പറയണോണ്ട് പറഞ്ഞതാ കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ആ ചൂടായ വെള്ളത്തിലിരുന്നാൽ പിന്നെയും ചൂടൊക്കെ ആറും അല്ല, ഇങ്ങനെ ചൂട് തന്നെ ആയിട്ട് ഇരിക്കൂലേ. അപ്പൊ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കിട്ടും. ഞാൻ ടേസ്റ്റ് ചെയ്ത് എന്റെ കുരുക്ഷേത്രം കണ്ടോ അതൊന്നും സാരമില്ല, സാരം ഉണ്ടെങ്കിലും അങ്ങനെ വീണു. ഞാനത് നോക്കിക്ക് ഇളക്കിയപ്പോ തെറിച്ചതാ. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കിയതങ്ങ് മാറ്റാം, ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് അടുത്ത വർക്കിലേക്ക് കയറാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ വെള്ളം മാറ്റൂ കേട്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയണില്ല. ഞാൻ ഈ ചോറ്റുപാത്രത്തിലേക്ക് അടി ഒഴിക്കണം. ഫ്രിഡ്ജിൽ വെക്കാം. നല്ല കട്ടയായല്ലോ. ഫ്രിഡ്ജിലാട്ടോ വെക്കണം, ഫ്രീസറിലല്ല. ഫ്രിഡ്ജിന്റെ തട്ടിലിരുന്നാൽ മതി. ഞങ്ങള് തീരെ കല്ല് പോലെ ആക്കണില്ല, അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടുക, അതാ ഞങ്ങൾ ഉദ്ദേശിക്കണുള്ളൂ. വേനൽക്കാലത്തല്ലേ. അപ്പൊ കല്ല് പോലെ ആവണമെങ്കിൽ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുറുകിയത് കൊണ്ട് നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. ഞങ്ങളത് ഉദ്ദേശിക്കാത്തത് കൊണ്ട്, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞിടുന്നത് കേട്ടോ. ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞു. അല്ല, തണുപ്പെന്ന വേനൽക്കാലല്ലേ, അപ്പൊ ഒരു ഡെസേർട്ട് കഴിക്കാൻ നോർത്ത. അപ്പൊ ഇപ്പൊ നൊയമ്പതൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം ഒന്നും പാടില്ല, മുട്ടയൊക്കെ ചേരൂലേ. അപ്പൊ ഞങ്ങള് ഒരു കസ്റ്റേർഡ് പുഡിംഗ് ഉണ്ടാക്കിയേക്കണം. മാംഗോയുടെ വാനിലയുടെ വാനില കൂടെ കൂടിയ മിക്സ് ആയിട്ടുള്ള കസ്റ്റേർഡ് പുഡിംഗ് അല്ല, കസ്റ്റേർഡ് ഐസ്ക്രീം, കസ്റ്റേർഡ് ഫ്രൂട്ട് കസ്റ്റാർഡ്. കാരണം സമയം വൈകി പോയത് കൊണ്ട് പറഞ്ഞത് തെറ്റിപ്പോയി, സോറി കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചൂടാ, 2:30 ആയി സമയം. 2:30 അല്ല, 2:45. അപ്പൊ ഊണ് കഴിഞ്ഞപ്പോ ഇച്ചിരി വൈകി. അത് കാരണം ഇതൊന്ന് കഴിച്ച് തണുപ്പിക്കാം ബോഡി. അത് സെറ്റ് ചെയ്യാം. അതിന് ആപ്പിള് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞതാണ്. ആപ്പിള് കട്ട് ചെയ്തോണ്ട് വേഗം ഇട്ടോ, കറുത്തു. അല്ലെങ്കിൽ പിന്നെ ഷുഗർ സിറപ്പിൽ ഇട്ടാൽ നമുക്ക് അത് ഹെൽത്തി ആവില്ല. അതെ, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതേ ചില ഭാഗത്ത് തൊണ്ട് എത്തിയത് ഇച്ചിരി തൊണ്ട് ഇങ്ങനെ പോവാതെ ഇരിപ്പുണ്ട്. ആപ്പിളിന്റെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കണില്ല കേട്ടോ. പിന്നെ പഴം ഞാലിപ്പൂമ്പഴം എടുത്തത്, ഏത്തപ്പഴം എടുക്കാതിരുന്നത് വലിയ വലിപ്പ. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരെണ്ണം പകുതി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പകുതിയായിട്ടിരുന്ന അത് ശരിയാവൂല. അപ്പൊ പിന്നെ സീഡ്ലെസ് മുന്തിരി പച്ച, പിന്നെ കറുത്ത മുന്തിരി, അത് ഓർഡിനറി അല്ലേ, സാധാ മുന്തിരി. വേറെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ്. നല്ല കളർഫുൾ. ഇനി നമുക്ക് കസ്റ്റർഡ് ഇടാം. പോരെ, ഫ്രൂട്ട്സ് പോരെ? മതി. പാത്രം എടുക്കട്ടെ. നമ്മുടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന മാംഗോ കസ്റ്റാർഡ് ആണ്. അമ്മയ്ക്ക് ഇത്രയും കട്ടി വേണമെന്നാ പറഞ്ഞത്. എനിക്ക് ഇച്ചിരി ലിക്വിഡ് ഒക്കെ ഇതിപ്പോ ലൂസായി. പുറത്തെടുത്ത് വെച്ചത് കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കട്ടി വേണം. സ്മൂത്തിക്ക് അമ്മയ്ക്ക്
കട്ടി വേണ്ട. ഇതിന് അമ്മയ്ക്ക് കട്ടി വേണം. നല്ല കട്ടി വേണം. അതെന്താണ് അതിന്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ശീലിച്ചത് കാരണം അതിന്റെ ഗുട്ടൻസ് അതായിപ്പോയി. ഞങ്ങളുടെ കാലത്തെ സ്മൂത്തി ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ അങ്ങനെ ശീലിച്ചിട്ടില്ല അത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴല്ലേ സ്മൂത്തിയൊക്കെ ഇറങ്ങിയത്. ഇത് ആ കാലത്തുണ്ട്. പോരെ അല്ല ഇളക്ക വേറൊരു സംഗതി ചെയ്യാന്ന് ഓർത്ത. അപ്പൊ പിന്നെ ഇളക്കുവാണെങ്കിൽ അത് ചെയ്യണ്ട. ഇത് മതിയായിരിക്കും. ഇളക്കട്ടെ കേട്ടോ. ഇളക്കട്ടെ. ഇനി ഇളക്കി അങ്ങ് കഴിക്കണം. ചെറിയ പാത്രമായതുകൊണ്ട് ഇളക്കുമ്പോ ഇച്ചിരി സൂക്ഷിക്കണം. അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ കോരിപ്പ് ഇച്ചിരി പോയി ഇവിടെ കണ്ടോ. അപ്പൊ ഇനി കഴിക്കുക. അപ്പയുടെ കൊണ്ടേ കൊടുത്ത് ആദ്യം ടേസ്റ്റ് അപ്പയ്ക്ക് ചെയ്യിക്കുക. അത് കഴിഞ്ഞ് നിനക്ക് അതിനൂടെ സെറ്റാക്കാം വെക്കാം എടുത്ത കേട്ടോ. അരിഞ്ഞ പഴേ ആപ്പിള് കറുത്തു പോകൂലേ. അപ്പൊ അപ്പയ്ക്ക് കൊടുത്തു കൊടുക്കാം. എന്നിട്ട് അഭിപ്രായം കൊടുത്തിട്ട് ചോദിക്കാം. ഇങ്ങനെ കുട്ടിയല്ല, ഇതവിടെ ചെന്നിട്ടിടാ സ്പൂൺ. അതെ, ഓക്കെ. ഫ്രൂട്ട് കസ്റ്റാർഡ് ശരീരം തണുപ്പിക്കാൻ. അതെ, തണുപ്പിക്കാൻ. അന്യായ ചൂടാ. വരെ അമ്മ ഇച്ചിരി കഴിച്ചോ. ഞാൻ എന്റെ വേറെ പാത്രത്തിൽ ഇതൊന്നും ഞാൻ കുത്തി വാരണില്ല. ഞാൻ വേറെ പാത്രത്തിൽ എടുക്കാൻ ഉദ്ദേശിച്ചത്. അതെന്താണ്? അതിനകത്ത് എന്തെങ്കിലും വേറെ സ്പെഷ്യൽ ഉണ്ടോ? ചിലപ്പോ ഉണ്ടാകും, ഉണ്ടാവില്ല. നല്ലതാ. എന്തൊക്കെയാണ് ഇതിനകത്ത് കോമ്പിനേഷൻ? ഫ്രൂട്ട്സ്, ആപ്പിള്, ബനാന, ഗ്രേപ്സ്. 2 ടൈപ്സ് ഉണ്ട്. വേറൊന്നുമില്ല. മാംഗോ കസ്റ്റാർഡാ. നല്ല രുചിയല്ലേ? മാംഗോയുടെ ഫ്ലേവർ നല്ല രസാ. ഇച്ചിരി ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചാൽ നല്ല. ഇച്ചിരി ഒഴിച്ചു തരട്ടെ. ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചപ്പോ എങ്ങനെയുണ്ട്? നല്ല രുചിയാണ്. അതാ ഞാൻ പറഞ്ഞത്. നല്ല കോമ്പിനേഷനാ ഇതിന്റെ കൂടെ. അതാ ഞാൻ അത് ഒഴിക്കാൻ പറഞ്ഞേ. Then is a very good combination for ice cream. അമ്മ മുഴുവൻ എന്റെയിലേക്ക് മാറ്റുവാണല്ലോ. ഇതെന്നാ പരിപാടിയാ? അത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരുന്നത് മുഴുവൻ ലിക്വിഡായി. ഇങ്ങനെ മാറ്റുവാണോ? അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എടുത്തു വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് ലിക്വിഡായി. എനിക്ക് കട്ടയായിട്ടിരിക്കുന്ന ഇഷ്ടം. എനിക്ക് ലിക്വിഡ് ആവണതാ ഇഷ്ടം. സാധനം നല്ല. നല്ല രുചിയാ. അല്ലേലും നല്ലതാ. നല്ല തണുപ്പ് വേണം. തണുപ്പുണ്ടോ? ചൂടുകാലത്ത് തണുപ്പാണല്ലോ പ്രധാനം. അതെ, നല്ല മിക്സിങ് നന്നായിട്ടുണ്ട്. ഞാൻ കഴിക്കണ എങ്ങനെയാണെന്നറിയോ? വലിയ സ്പൂൺ ഇത് ഇങ്ങനെ കുഴയ്ക്കും. എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റത്തിന് ഒന്നും ചെറിയ സ്പൂൺ ഇഷ്ടമേ അല്ല. കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നാവിലേക്ക് വെക്കണം. എനിക്കതാ ഇഷ്ടം. അപ്പോഴാണ് രുചി ശരിക്കും അറിയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ തോട്ട്. ഇതേ കണ്ട, ചില സംഗതികൾക്ക് വലിയ സ്പൂൺ വേണം, ചില സംഗതിക്ക് ചെറുത് തന്നെ വേണമെന്നാണ് എൻ്റെ ചിന്ത. മാംഗോ കസ്റ്റർഡ് ആയതുകൊണ്ട് കേട്ടോ ഇതിന് ഇത്രയും രുചി. മാംഗോയുടെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്. ഇനി കഴിക്കുക. നല്ല രുചിയാ, പറയണ്ടല്ലോ പ്രത്യേകിച്ച്. ഒന്നും പറയണ്ട അല്ലേ? ഇതുള്ളപ്പോഴേ ചോറ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് കഴിക്കാം. അല്ല, ഇതിപ്പോ പരിപാടിയില്ല, എന്നാലും വയറ് ഫില്ലാവാനുള്ളതുണ്ട്. അതുണ്ട്. അപ്പൊ ചോറ് കുറച്ചേ കഴിക്കാവുള്ളൂ. ഇനിയിപ്പോ എങ്ങോട്ടാ യാത്ര അടുത്തത്? ഇനിയാണ് നമ്മുടെ യാത്ര. ഒപ്പാനുണ്ട് അവിടെ. നല്ല ചില്ലായിട്ടിരിക്കണം, അപ്പോഴാണ് പ്രത്യേക ഫീലിംഗ് വരിക അതിന്. ശരിയാ, ശരീരം നനക്കാനാണല്ലോ കുടിക്കണേ. പണ്ടത്തെ പ്രശാന്തിലെ ഫ്രൂട്ട് സലാഡ് ഞാനൊന്ന് ഓർത്തു പോയി. നിറയെ ഫ്രൂട്ട്സാ. ഐസ്ക്രീം സലാഡാ. അല്ല, എന്നിട്ട് ഫ്രൂട്ട് സലാഡ് എന്നാണ് അതിനെന്ന് പറയണത്. എന്നിട്ട് അതിൻ്റെ മീതെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം.
നല്ല ചിൽഡ് അതങ്ങ് വെച്ചവർ തരും. അയ്യോ എത്ര നേരം കൊണ്ടാവും നലുത്ത് വന്നത്. ഇതിനിപ്പോ എന്നാ മോശം. ഇത് കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ്. അതെ, കസ്റ്റേർഡ് എനിക്ക് അങ്ങനെ കടകളിലൊന്നും അങ്ങനെ കിട്ടില്ല എന്ന് തോന്നുന്നു. ലുലുവിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലേ? വേറെ ഷോപ്സിലൊന്നും ഞാൻ അങ്ങനെ ഫ്രൂട്ട് കസ്റ്റാർഡ് ആയിട്ട് സെർവ് ചെയ്യണ കണ്ടിട്ടില്ല. ഇനി നമുക്ക് അത് നമ്പി വേണ്ടിയിട്ടേ പറ്റുള്ളൂ. ഐസ്ക്രീം മേടിച്ച ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഈസ്റ്ററിനെ ഉണ്ടാക്കാം. ഫെലൂടെ ആയാലോ അതും ഉണ്ടാക്കാം. മാസങ്ങൾ കിടപ്പുണ്ടല്ലോ ചൂടാ. നമ്മുടെ കാലത്ത് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് ഒക്കെ ഉണ്ടോ? ഫ്രൂട്ട് കസ്റ്റാർഡും വാനില ഐസ്ക്രീമും മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട് കസ്റ്റാർഡ് ഉള്ളത് പ്രീ ഡിഗ്രി കാലഘട്ടം. പിന്നെ വാനില ഐസ്ക്രീം, അത് രണ്ട് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിന്റെ പേര് പോലും കേട്ടില്ല. പിന്നെ എങ്ങനെ അറിയണം? സ്ഥിരമുള്ളത് സാമ്പിള് ഐസ്ക്രീം, വാനില. ഇനി ഇത് കിട്ടും. ഒന്നിലേക്ക് ഇത് കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ മെഷീനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പണ്ട് ആ വളവിലുള്ള കാണിച്ചത്. അവിടെ പണ്ട് ഇപ്പം അത് ഇതായി റെസ്റ്റോറൻ്റായി. അവിടെ ഇതൊക്കെ കിട്ടണത്. ഐസ്ക്രീമും ലൈം ജ്യൂസുമാണ് സാധാരണ. പിന്നെ പപ്സ് മേടിക്കും അവിടെ. ഫ്രൂട്ട് സലാഡ് അപൂർവം. കാപ്പിയും ചായയൊന്നും അവിടെ ഇല്ല. ഇപ്പം അത് റെസ്റ്റോറൻ്റായി. ആ കോർണറിലുള്ള കൂൾ ബാറായിരുന്നു.